നമസ്കാരം. അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആൻ മരിയ ജയ്. പ്രധാന വാർത്തകൾ. ഭക്തിസാന്ദ്രമായി പുറത്ത് നമസ്കാരം. കോട്ടയം അതിരൂപതാംഗങ്ങളായ ജനപ്രതിനിധികൾക്ക് സ്വീകരണം സംഘടിപ്പിച്ചു. കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുമെന്ന് സർക്കാർ. കോട്ടയം അതിരൂപത KCYL സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മാക്കിയിൽ തീർത്ഥാടനം നടത്തപ്പെട്ടു. രാജപുരം സെന്റ് പൈസ്റ്റൻസ് കോളേജിൽ വിശുദ്ധ പത്താം പിയൂസിന്റെ നവീകരിച്ച ഗ്രോട്ടോയുടെ വെഞ്ചരിപ്പ് നടത്തി. വാർത്തകൾ വിശദമായി. കടുത്തുരുത്തി സെന്റ് മേരീസ് വലിയ പള്ളിയിൽ 3 നോമ്പ് തിരുനാളിനോടനുബന്ധിച്ച് പുറത്ത് നമസ്കാരം നടത്തി. കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ടിൽ സന്ദേശം നൽകി. പുറത്ത് നമസ്കാരത്തിന് മാർ മാത്യു മൂലക്കാട്ട് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ, ഗീവർഗീസ് മാർ അപ്രേം, ഫാദർ മൈക്കിൾ നെടുംതുരുത്തി പുത്തൻപുരയിൽ, ഫാദർ സിറിയക് പടപുരയ്ക്കൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ആയിരക്കണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയികളായ കോട്ടയം അതിരൂപതാംഗങ്ങളായ ജനപ്രതിനിധികൾക്ക് കോട്ടയം അതിരൂപതയുടെ നേതൃത്വത്തിൽ സ്വീകരണം സംഘടിപ്പിച്ചു. അതിരൂപതയുടെ അജപാലന കേന്ദ്രമായ ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ സംഘടിപ്പിച്ച യോഗത്തിൽ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് ജനപ്രതിനിധികളെ ആദരിച്ചു. അതിരൂപത സഹായ മെത്രാന്മാരായ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ, ഗീവർഗീസ് മാർ അപ്രേം എന്നിവർ പങ്കെടുത്തു. അതിരൂപതാംഗങ്ങളായ 81 പേരാണ് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തലങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരും ഇക്കൂട്ടത്തിലുണ്ട്. യോഗത്തിൽ കോട്ടയം അതിരൂപത പ്രോപ്രോട്ടോ സിഞ്ചലൂസ് ഫാദർ തോമസ് ആനുമൂട്ടിൽ, സിഞ്ചലൂസ് ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട്, KCC പ്രസിഡന്റ് ബാബു പറമ്പടത്തുമലയിൽ എന്നിവർ പ്രസംഗിച്ചു. കെ സ്മാർട്ട് സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും ഞീഴൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുമായ പ്രദേശ് മോൻജോയി തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും പ്രവർത്തന മേഖലകളും സാധ്യതകളും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ, പ്രസ്ബിറ്ററൽ കൗൺസിൽ, ക്നാനായ് കത്തോലിക്ക കോൺഗ്രസ്, ക്നാനായ് കാത്തലിക് വിമൻസ് അസോസിയേഷൻ, ക്നാനായ് കാത്തലിക് യൂത്ത് ലീഗ് എന്നിവയുടെ സഹകരണത്തോടെയാണ് അനുമോദന യോഗം ക്രമീകരിച്ചത്. മതസ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മന്ദിരങ്ങൾ, മഠങ്ങൾ, കോൺവെന്റുകൾ, ആശ്രമങ്ങൾ, മതവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള അർഹരായ സ്ത്രീകൾക്ക് സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കാനുള്ള പ്രത്യേക പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകി. അവിവാഹിതരായ 50 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളതും ശമ്പളം, പെൻഷൻ, സർക്കാരിന്റെ മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കാത്തതുമായ മേൽവിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ പ്രത്യേക വിഭാഗമായി കണക്കാക്കും. ഇവർക്ക് 2001 മാർച്ച് 31 ഉത്തരവ് പ്രകാരം അനുവദിച്ച പെൻഷൻ അനുവദിക്കുന്നതിന് പൊതുവിൽ നിർബന്ധമാക്കിയ വരുമാന സർട്ടിഫിക്കറ്റ്, അവിവാഹിത സർട്ടിഫിക്കറ്റ് എന്നിവ ഒഴിവാക്കി നൽകും. പകരം പ്രത്യേക അപേക്ഷാ ഫോറം അംഗീകരിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കോട്ടയം അതിരൂപത KCYL സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ധന്യൻ മാക്കിൽ പിതാവിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് മാക്കിയിൽ തീർത്ഥാടനം ജനുവരി മാസം 25-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30 കൈപ്പുഴ ദൈവദാസൻ പൂതത്തിൽ തൊമ്മിയച്ചന്റെ കബറിടത്തങ്കിൽ നിന്ന് ഇടയ്ക്കാട്ട് ധന്യന്മാർ മാത്യു മാക്കിൽ പിതാവിന്റെ കബറിടത്തങ്കിലേക്ക് നടത്തപ്പെട്ടു. കൈപ്പുഴ സെയിന്റ് ജോസഫ്സ് കോൺവെന്റ് മദർ സിസ്റ്റർ റൂബി SJC ഏവരെയും സ്വാഗതം ചെയ്തു. KCYL അതിരൂപത പ്രസിഡന്റ് ജോണസ് P. സ്റ്റീഫൻ മാക്കിയിൽ തീർത്ഥാടനത്തെ പരിചയപ്പെടുത്തുകയും തീർത്ഥാടനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. ദൈവദാസൻ പൂതത്തിൽ തൊമ്മിയച്ചനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സെയിന്റ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ അനിത SJC പദയാത്രയ്ക്ക് ആശംസകൾ അറിയിച്ചു. ധന്യന്മാർ മാത്യു മാക്കിൽ പിതാവിനെ പരിചയപ്പെടുത്തി വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഇമാക്കുലേറ്റ് SVM പദയാത്രയ്ക്ക് ആശംസകൾ അറിയിച്ചു. KCC പ്രസിഡന്റ് ശ്രീ ബാബു പറമ്പടത്തുമലയിൽ ആശംസകൾ അറിയിക്കുകയും യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് KCYL അതിരൂപത ചാപ്ലൈൻ ഫാദർ മാത്തുക്കുട്ടി കുളക്കാട്ടുകുടിയിൽ നിർദ്ദേശങ്ങൾ പങ്കുവച്ചു. സിസ്റ്റർ അനിത SJC, സിസ്റ്റർ ഇമാക്കുലേറ്റ് SVM എന്നിവർ ചേർന്ന് പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഉച്ചകഴിഞ്ഞ് 3:30 ഇടയ്ക്കാട്ട് ധന്യന്മാർ മാത്യു മാക്കിൽ പിതാവിന്റെ കബറിടത്തങ്കിലേക്ക് തീർത്ഥാടനം എത്തിച്ചേരുകയും തുടർന്ന് കോട്ടയം അതിരൂപത പ്രോപ്രോട്ടോ സിഞ്ചലൂസ് ഫാദർ തോമസ് ആനിമൂട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കുർബാനയോടുകൂടി പദയാത്ര അവസാനിക്കുകയും ചെയ്തു. ഈ യാത്രയിൽ സിസ്റ്റേഴ്സ്, ഡയറക്ടേഴ്സ്, അഡ്വൈസേഴ്സ് ഉൾപ്പെടെ 100ഓളം യുവജനങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. ഇടയ്ക്കാട്ട് ഫൊറോന വികാരി റവറൻ ഫാദർ സൈമൺ പുല്ലാട്ട്, KCYL അതിരൂപത സെക്രട്ടറി ചാക്കോ ഷിബു, ഡയറക്ടർ ഷെല്ലി ആലപ്പാട്ട്, അഡ്വൈസർ സിസ്റ്റർ ലേഖ SJC, ജോയിന്റ് ഡയറക്ടർ സ്റ്റെഫി പുതിയകുന്നേൽ, വൈസ് പ്രസിഡന്റ് നിതിൻ ജോസ്, ട്രഷറർ ആൽബിൻ ബിജു, ഫൊറോന യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കോട്ടയം അതിരൂപതയുടെ 2ാമത്തെ മധ്യസ്ഥനായ വിശുദ്ധ പത്താം പിയൂസിന്റെ നാമധേയത്തിലുള്ള രാജപുരം കോളേജിന്റെ മുന്നിൽ സ്ഥാപിച്ച ഗ്രോട്ടോയുടെ വെഞ്ചിരിപ്പ് മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ നിർവഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ മലയോര ജനതയ്ക്കും വിശിഷ്യ കോട്ടയം അതിരൂപതയ്ക്കും
എന്നും അഭിമാനമായി നിലകൊള്ളുന്ന രാജപുരം സെന്റ് പൈസ്റ്റന്റ് കോളേജിന്റെ നിറച്ചാർത്താണ് ഈ ഗ്രോട്ടോ. വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട്, കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു ജോസഫ്, ബർസാർ ഫാദർ ജോബിൻ പ്ലാച്ചേരിപ്പുറത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. ചെറുപുഷ്പ മിഷൻ ലീഗ് കണ്ണൂർ റീജിയന്റെ ആഭിമുഖ്യത്തിൽ മലബാർ റീജിയണിലെ ചെറുപുഷ്പ മിഷൻ ലീഗ് അംഗങ്ങൾക്ക് വേണ്ടി ബസോറ 2K26 മിഷൻ ക്വിസ് മത്സരം ശ്രീപുരം ബെറുമറിയം പാസ്റ്റൽ സെന്ററിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. 3 പേരടങ്ങുന്ന 9 ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ ചുള്ളിക്കര, രാജപുരം, പയ്യാവൂർ വലിയപള്ളി, ക്രൈസ്റ്റ് നഗർ എന്നീ യൂണിറ്റുകൾ യഥാക്രമം 1, 2, 3, 4 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സമ്മാനദാനം നിർവഹിച്ചു. വിജയികൾക്ക് യഥാക്രമം 10,000, 7,000, 5,000, 3,000 രൂപയും മറ്റു ടീമുകൾക്ക് 1,000 രൂപ പ്രോത്സാഹന സമ്മാനവും നൽകുകയുണ്ടായി. സമാപന സമ്മേളനത്തിന് റീജിയൻ ഡയറക്ടർ ഫാദർ സിബിൻ കൂട്ടക്കലുങ്കൽ സ്വാഗതവും പ്രസിഡന്റ് ബിനീത് വിൽസൺ അടിയായിപ്പള്ളിയിൽ ആശംസയും ജനറൽ ഓർഗനൈസർ ശ്രീ സോനു ജോസഫ് ചെട്ടിക്കത്തോട്ടത്തിൽ നന്ദിയും അർപ്പിച്ചു. റീജിയൻ വൈസ് ഡയറക്ടർ സിസ്റ്റർ ക്രിസ്റ്റീന SVM, വൈസ് പ്രസിഡന്റ് ജോയമോൾ TB, റീജിയൻ വൈസ് ഡയറക്ടർ സിസ്റ്റർ ക്രിസ്റ്റീന SVM, വൈസ് പ്രസിഡന്റ് ജോയമോൾ T ബേബി തടത്തിൽ, സെക്രട്ടറി ജ്വാല മരിയ സിറിയക് പൂവത്തുമൂട്ടിൽ, ജോയിന്റ് സെക്രട്ടറി അഭിഷേക് ബിനോയ് മുല്ലൂർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് പാഠ്യവിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ കുട്ടികളെ അനുവദിക്കണമെന്ന് മന്ത്രി VN വാസവൻ. കൈപ്പുഴ സെയിന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുട്ടികൾ മയക്കുമരുന്നിന് അടിമയാകാതിരിക്കാൻ കുട്ടികളുടെ മേൽ മാതാപിതാക്കളുടെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാകണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് അധ്യക്ഷത വഹിച്ചു. സൗരോർജ്ജ പദ്ധതിയുടെ ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥിയും റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയുമായ ജസ്റ്റിസ് സിറിയക് ജോസഫ് നിർവഹിച്ചു. ഫ്രാൻസിസ് ജോർജ് MP മുഖ്യപ്രഭാഷണം നടത്തി. ജോസ് മാൻഡൽ, തോമസ് ലൂക്കോസ് ചാമക്കാല എന്നിവരെ മാർ മാത്യു മൂലക്കാട്ട് ആദരിച്ചു. ശതാബ്ദി സുവനീർ പ്രകാശനം സൈമൺ പുല്ലാടിന് നൽകി മാർ മാത്യു മൂലക്കാട്ട് നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സാബു മാലിത്തുരുത്തേൽ, ഹെഡ്മാസ്റ്റർ KS ബിനോയ് എന്നിവർ പ്രസംഗിച്ചു. ഈ വർഷത്തെ സ്തുത്യർഹ സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ അവാർഡിന് SP സൈമൺ CA ചെമ്പന്നിയിൽ അർഹനായി. മംഗളൂരു ആസ്ഥാനമായുള്ള വെസ്റ്റേൺ റേഞ്ചിലെ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ റൈറ്റ്സ് എൻഫോഴ്സ്മെന്റ് സൂപ്രണ്ട് ഓഫ് പോലീസായി സേവനമനുഷ്ഠിക്കുന്ന സൈമൺ കർണാടകയിലെ കടബ ആരോഗ്യമാതാ ജ്ഞാനായ കത്തോലിക്ക പള്ളി ഇടവകാംഗമാണ്. ഹണി സൈമൺ ഭാര്യയും അഭയ് മകനുമാണ്. അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.